സ്വീകരിച്ച് വിദേശ വിനോദസഞ്ചാരികൾ 72 ദശലക്ഷം പേരാണ് 10 മാസത്തിനുള്ളിൽ ഇന്ത്യയെ സന്ദർശിക്കാനായി എത്തിയത്. ഭാരതത്തിന്റെ പ്രത്യേകതകൾ എന്നും ആസ്വദിക്കാൻ ഒരുങ്ങുന്നവരും ഇവിടേക്കായി എത്തുന്നതും വിദേശ സഞ്ചാരികളുടെ ശീലത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവരെ സ്വീകരിക്കുന്ന ഭാരതീയരും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും തന്നെയാണ് ഈ ഒരു വിനോദസഞ്ചാരികളുടെ വർധനയ്ക്ക് കാരണം. അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ആവശ്യകതകൾ മുൻകൂട്ടി അറിഞ്ഞു ചെയ്യാനും സർക്കാരിന് സാധിച്ചത് കൂടിയാണ് ഈ ഒരു വർധനയ്ക്ക് കാരണം. ഈ വർഷം സഞ്ചാരികളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. 2018 10.56 ദശലക്ഷം ആളുകളാണ് ഇന്ത്യയിലെത്തിയത്. 2019 10.93 ദശലക്ഷം പേരും എത്തി. എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് 2020 സഞ്ചാരികളുടെ എണ്ണം 2.74 ദശലക്ഷമായി കുറഞ്ഞു. 2021 1.52 ദശലക്ഷമായി കുറഞ്ഞെങ്കിലും 2022 6.44 ദശലക്ഷമായി വർദ്ധിക്കുകയായിരുന്നു. ഈ വർഷം ആദ്യത്തെ 10 മാസത്തിനിടെ 72 ദശലക്ഷം പേരാണ് ഇന്ത്യയിലെത്തിയത്. സഞ്ചാരികളുടെ പറുദീസ എന്ന വിശേഷണത്തിന് അർഹമായ ഗോവയിലേക്കാണ് സഞ്ചാരികളുടെ ഈ ഒരു ഒഴുക്ക് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 2022 വന്ന ആകെ സഞ്ചാരികളുടെ 1.5 മടങ്ങ് വിനോദസഞ്ചാരികളാണ് ഈ വർഷം ആദ്യത്തെ 7 മാസം കൊണ്ട് ഗോവയിലെത്തിയത്. രാജ്യത്ത് 5294.11 കോടി രൂപ ചെലവിൽ 76 പദ്ധതികൾക്ക് അനുമതി നൽകിയതായി മന്ത്രി പറഞ്ഞു. കോലാർ ഗോൾഡ് ഫീൽഡിനെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഖനി മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സീഡ് ന്യൂസ്, കോഴിക്കോട്.